വെൽക്കം ടു മിനോസ് കുക്കി. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇതിനായിട്ട് 3 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തത്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ പഴമൊക്കെ ആണെങ്കിൽ ഇതുപോലെ 2 പീസാക്കി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. വലുതൊക്കെ ആണെങ്കിലൊന്ന് 4 പീസാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് 2 പീസായിട്ട് എടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വലുതൊക്കെ ആവുന്നതൊന്ന് 4 പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനും ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അധികം പഴുത്തു പോവാത്ത പാകത്തിനുള്ള പഴം എടുത്താൽ മതി കേട്ടോ. ഇനി ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് കാഷ്യൂ നട്ട്സും മുന്തിരിയും ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കിയിട്ട് നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഇളക്കി കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴഞ്ഞു വരുന്ന രീതിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അധികം കുഴഞ്ഞു പോവാതെ. ഇപ്പോൾ ദാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അധികം വെന്ത് കുഴഞ്ഞു പോവാതെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 4 5 വേണമെങ്കിൽ എടുക്കാം. ഇതിലേക്ക് ഞാൻ 3 ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 1/2 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല, നിറയെ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കട്ടോ. ഞാനിതാ കുറച്ച് സമയം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഈ മുട്ടയുടെ മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ. ഈ സമയത്ത് മധുരമൊക്കെ നോക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇത് പാകത്തിനുള്ള പഞ്ചസാര തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 1/2 കപ്പ് നിറയെ എടുക്കാതെ. ഇനി ഞങ്ങൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും മുന്തിരിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് എടുത്തില്ല, കുറച്ച് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ പഴം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള പാനിലേക്ക് ഞാൻ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പഴമൊക്കെ നമുക്ക് ഒന്ന് നിരത്തിയിട്ട് പാകമാക്കി കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഞാൻ സ്റ്റൗവിലൊരു ഇതുപോലെ ഒരു മൂടി ഒന്ന് പ്രീഹീറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതാണ്. 5 മിനിറ്റ് അധികം കഴിഞ്ഞു. ഇതിന് മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കും. എന്നിട്ടിത് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹോൾസ് ഒന്നും ഇല്ലാത്തൊരു മൂടി കൊണ്ട് തന്നെയാണ് ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തത്. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് വെയിറ്റൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും മുന്തിരിയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം മൊത്തം ഒരു 25 മിനിറ്റൊക്കെ മതി കേട്ടോ. അപ്പോൾ ഞാൻ 25 മിനിറ്റാണ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. പാകമാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിക്കോ കത്തിയൊക്കെ വെച്ചിട്ടൊന്ന് വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം കേട്ടോ. അപ്പം ഒരു കത്തി വെച്ചിട്ടൊന്ന് നോക്കുകയാണ്. അപ്പം നമ്മുടെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു പഴക്കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് ചൂടാറിയതിന് ശേഷം മാറ്റി കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.